ഇപ്പോൾ ഡോക്ടർ എസ് ലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഈ സിസ്റ്റത്തിലെ വീഴ്ചയെക്കുറിച്ചും അതും ഈ സർജറിക്ക് ഉപകരണങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് ഡോക്ടർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പൊതുജനം അടക്കം തിരിച്ചറിഞ്ഞൊരു പശ്ചാത്തലവുമാണ്. ആ ഡോക്ടർ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുക ചെയ്തത്. ആ പത്രസമ്മേളനത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഒരു വ്യക്തി കയറുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തുന്നുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ആരാണ്, എന്താണ് കാര്യങ്ങളൊക്കെ തന്നെ, ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും പ്രിൻസിപ്പളിന് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരമില്ല. ഈ വാർത്താ സമ്മേളനത്തിൽ അതേസമയം തന്നെ ഒരു ദുരൂഹമായ ഒരു ഫോൺ കോൾ അടക്കം എത്തുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. അപ്പം ഡോക്ടർ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഡോക്ടർ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ ഇപ്പോൾ ഈ പത്രസമ്മേളനം അടക്കമുള്ള കാര്യം? തീർച്ചയായും. ഇപ്പൊ ഇതിനകത്ത് ആദ്യം ഈ പ്രശ്നം പുറത്തു കൊണ്ടുവന്ന ഹാരിസ്, അദ്ദേഹം സത്യം പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്ന ആളാണ്. ഒരു ഗുഡ് സർവീസ് സെന്റർ ഉൾപ്പെടെയുള്ള പ്രചോദനങ്ങൾ കിട്ടേണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വേട്ടയാടുന്നു അദ്ദേഹത്തോടുള്ള എതിർപ്പുകൊണ്ട് മാത്രമല്ല, ഡോക്ടർമാരിൽ ഇനി ഒരുപാട് ഹാരിസ്മാരുണ്ട്, അവരുടെ ശബ്ദം പുറത്ത് കേൾക്കരുതെന്നുള്ള കൃത്യമായ തീരുമാനത്തോടെയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കേരളത്തിലെ ആരോഗ്യരംഗം പാർട്ടി വ്യത്യാസമില്ല, എല്ലാവരും കൂടെ പരിഹരിക്കേണ്ടതാണ്. ഈ ഗവൺമെന്റോ മറ്റു ഗവൺമെന്റോ എന്നുള്ളതല്ല വിഷയം. ഈ മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട വിഷയമല്ല. പക്ഷെ ഈ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ഈ ഇടതുമുന്നണിക്ക് ഉത്തരവാദിത്വമുണ്ട്. 9 വർഷമായിട്ട് അവർ ഭരിക്കുകയാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം നമ്പർ 1 ആണെന്നുള്ള ഒരുപാട് കള്ളപ്രചരണങ്ങളുണ്ട്. പല കാര്യത്തിൽ നമ്പർ 1 ആണ്, പല കാര്യത്തിലും അല്ല. പക്ഷെ ഇതെല്ലാം മൂടി വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടർ ഹാരിസ് എല്ലാം കൂടെ വെട്ടിത്തുറന്ന് പറഞ്ഞത്. അയാൾ നല്ലൊരു ഡോക്ടറായിട്ടും മനുഷ്യരോട് സ്നേഹമുള്ളതുകൊണ്ടും പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാതിരിക്കുകയെന്ന് സർക്കാർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ അതുമല്ല, അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയും ഇനി ഒരാൾ ഇതുപോലെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരൊക്കെ അവർ പാവം മനുഷ്യരാണ്. അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. സകല ഉദ്യോഗസ്ഥരും മന്ത്രിമാരും മന്ത്രിസഭയൊക്കെ പറയുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഡോക്ടർമാരെ സമൂഹത്തിൽ ഇക്കാര്യത്തിൽ ഒരുപാട് അമർഷവുമുണ്ട്. ഈ എല്ലാവരും ഈ സർക്കാരിന് വേണ്ടിയിട്ട് പറയേണ്ട കാര്യങ്ങൾ സർക്കാർ പറയിക്കുകയാണ്. മന്ത്രിയും സർക്കാരും ഒക്കെ ഡോക്ടർമാരെ കൊണ്ടും സംഘടനയെ കൊണ്ടും ഉദ്യോഗസ്ഥരെ കൊണ്ടും പറയിക്കുകയാണ്. അപ്പൊ അവരുടെ സംഘടനയ്ക്കകത്തും അവരുടെ സമൂഹത്തിനകത്തും, ഞാനൊരു ഡോക്ടർ കൂടിയാണ്ട് എനിക്കറിയാം, ഒരുപാട് സമ്മർദ്ദങ്ങൾ അതിനകത്തുണ്ട്, ഒരുപാട് സംഘർഷങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ സംഘടനാ നേതാക്കന്മാർ പോലും പുറത്തു വന്നിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തിനാണ് ഒരാളുടെ സർക്കാരിനെതിരായൊരു അല്ലെങ്കിൽ സർക്കാരിനെതിരെ തോന്നിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ, ആരെങ്കിലും ഇട്ടാൽ അതിനകത്തൊരു പോയി ലൈക്ക് ചെയ്താൽ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടിക്കാരും വിളിക്കുന്ന അവസ്ഥയും ഡോക്ടർമാരെ ഭീഷണിപ്പെടുന്ന അവസ്ഥ വിശ്വസിക്കാൻ കഴിയും. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഈ ഹാരിസ് ഡോക്ടർ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി രാഷ്ട്രീയ അഭിപ്രായം എഴുതിയ ആളാണ്. ആലോചിച്ച് നോക്കും അത്. അപ്പൊ LDF ഗവൺമെന്റിനെതിരെ CPM-നെതിരെ ഒരാളും ഒന്നും പറയാൻ പാടില്ല. അവർക്ക് അനുകൂലമായി പറഞ്ഞ വലിയ കൈയെഴുതിയാണ്. അദ്ദേഹം നടത്തിയത് സർക്കാർ ചട്ട ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് സർക്കാർ ആലോചിച്ച് നോക്കണം. രാഷ്ട്രീയം പറയുന്നുണ്ട് അദ്ദേഹം അതേ ഫേസ്ബുക്കിൽ തന്നെ ഒരാഴ്ച മുമ്പ്. അപ്പൊ കൈയടി മാത്രമേ പാടുള്ളൂ, വിമർശനം പാടില്ല എന്നുള്ളൊരു നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ കൊടുക്കാനുള്ള എല്ലാ കൃത്രിമങ്ങളും കാണിക്കുകയാണ്. പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോടൊക്കെ എനിക്ക് സത്യം പറയാൻ സിമ്പതിയാണുള്ളത്. അവരെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് റിസ്ക് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ധൈര്യമുള്ളവരാണ് ജോലി കളഞ്ഞിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചു കളയും. അപ്പൊ ഇതൊന്നും ഇവര് മെഡിക്കൽ കോളേജിലെ അധ്യാപകരോ പ്രൊഫസർമാരോ പ്രിൻസിപ്പലോ നേരിട്ട് ചെയ്യുന്നൊന്നല്ല. ഈ ഹാരിസിന്റെ കൂടെയാണ് അവരുടെയൊക്കെ മനസ്സാക്കി ഇവരെ ഭീഷണിപ്പെടുത്തി ആരോഗ്യവകുപ്പ് ചെയ്യിക്കുന്നതാണ്. വളരെ ലജ്ജാകരമാണ്. ഞാനിപ്പോ പറയുന്നത് വെറുതെ അല്ല. നമ്മളൊക്കെ മെഡിക്കൽ രംഗത്ത് നിൽക്കുമ്പോൾ വിഷയത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രശ്നങ്ങൾ ഇടപെടുന്നത്, അല്ലാതെ മന്ത്രി ആരും നോക്കിയിട്ടല്ല. ഞാൻ വ്യക്തിപരമായിട്ട് കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോൾ പോലും നമ്മൾ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും മെഡിക്കൽ ഡോക്ടറായി കഴിഞ്ഞതിന് ശേഷവും വിഷയങ്ങൾ ഇടപെടുന്നതും നമ്മൾ പ്രക്ഷോഭങ്ങളിലൊക്കെ പാർട്ടാകുന്നതും വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അത് ആരും ഭരിക്കും നോക്കിയിട്ടല്ല. ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവരെ അധിക്ഷേപിക്കും, സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കും, അവരെ നാണം കെടുത്തും, എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഇത് പേടിച്ചിട്ട് ആൾ മിണ്ടാതിരിക്കുകയാണ്. ഒരുപാട് ഹാരിസുമാര് മനപ്രയാസത്തോടെ സമ്മർദ്ദത്തോടെ ഇതിനകത്ത് കഴിയുകയാണ്. ഇവർക്ക് ഒരു ഹാരിസിനെ ഒതുക്കാൻ പറ്റുള്ളൂ, ഒരുപാട് ഹാരിസുമാരുണ്ടാകും, യാതൊരു സംശയമില്ല. അത്രയധികം അതപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. നമുക്കുണ്ടായിരുന്ന 1ാം സ്ഥാനം പലതും നമ്മളിപ്പോൾ പുറകിലാണ്. സാധാരണ ജനം ബുദ്ധിമുട്ടുകയാണ്, ദാരിദ്ര്യം അനുഭവിക്കുകയാണ്, ചികിത്സ കൊണ്ട് ദാരിദ്ര്യത്തിൽപ്പെടുകയാണ്. സർക്കാർ ആശുപത്രിയിൽ തിരക്ക് കാരണം അവിടുത്തെ ഡോക്ടർമാർക്ക് കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുന്നില്ല, അവരാഗ്രഹിച്ചാൽ പോലും. ഇനി പ്രൈവറ്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യർക്ക് സാമ്പത്തിക ചെലവ് താങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ടും അവർ സർക്കാർ ആശുപത്രി ഉപേക്ഷിച്ച്
സ്വകാര്യ ആശുപത്രിയിൽ പോവുക. അപ്പൊ ഈ കേരളത്തിലെ ആരോഗ്യരംഗം സാധാരണ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിന് പകരം ഈ ഹാരിസുമാരെ വെടിവെച്ചിടാൻ നോക്കുകയാണ്. അത് കേരളം സഹിക്കില്ല, മെഡിക്കൽ സമൂഹം സഹിക്കില്ല. ഈ ഒന്നിന്റെ സംഘടനാ നേതാക്കന്മാർ പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിൽക്കില്ല. കേരളത്തിൽ മെഡിക്കൽ രംഗവും 1 ലക്ഷത്തിലധികം ഡോക്ടർമാരുള്ള, ഒരുപാട് നഴ്സുമാരുള്ള, ഒരുപാട് ആരോഗ്യ പ്രവർത്തകരുള്ള ആരോഗ്യരംഗം വളരെ 50,000 പേരാണ് സർക്കാരിൽ തന്നെ ഉള്ളത്. ഇതൊരു വലിയൊരു കൊടുങ്കാറ്റായിട്ട് സർക്കാരിനെതിരെ വരുന്നത് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒതുക്കാൻ നോക്കരുത്. പിന്നെ ഇതിനകത്ത് ഇടപെടുന്ന ഡോക്ടർമാരുടെ നേതാക്കന്മാരോട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഉദ്യോഗസ്ഥരോട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ അവരും പരസ്യമായി ഇതൊക്കെ തുറന്ന് പറയണം കാര്യങ്ങൾ. അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് പോകുന്നതിനെ പറ്റി പോലും ആലോചിക്കണം. ഞാനൊക്കെ ഒരു കാലത്ത് ചെയ്തിട്ടുള്ളതാണ്. സർക്കാരിൽ വർക്ക് ചെയ്യാൻ സമ്മതിക്കാൻ വരുമ്പോൾ നമ്മൾ ജോലി ഉപേക്ഷിച്ച് പോകും. നമുക്ക് അഭിമാനമാണ് വരുന്നത്, മെഡിക്കൽ രംഗത്തിന്റെ മാന്യതയാണ് വരുന്നത്. എല്ലാത്തിലും ഉപരി സാധാരണക്കാരുടെ ആരോഗ്യം പ്രശ്നമാണ്. ഈ പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ പഠിച്ചതാണ് ഞങ്ങളൊക്കെ. ഈ അവസാനത്തെ വാക്ക് നമ്മൾ ഈ പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ്, അല്ല സർക്കാരിനെ മറിച്ചിടാനായിട്ടല്ല. അത് പറഞ്ഞതുപോലെ CPM കാരനാണെന്നുള്ള കാര്യം നിലനിൽക്കുകയാണ്. ശരി, വളരെ നന്ദിയുണ്ട് ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.